പ്രിയപ്പെട്ടവരെ, രണ്ട് വാക്കുകളാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ആകെ വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറുമൊരു താങ്ക് യു പറയുന്നതിലൂടെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുമെന്നോ തകർന്നുപോയ ബന്ധങ്ങൾ കൂടിച്ചേരുമെന്നോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപക്ഷേ നിങ്ങൾ ഇതിനെ വെറും തമാശയായി തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരും വിജയികളും രഹസ്യമായി ഉപയോഗിക്കുന്ന ആ മാന്ത്രിക കോഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഈ പ്രപഞ്ചത്തിന് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. നാം ഓരോരുത്തരും അറിയാതെ തന്നെ പ്രപഞ്ചത്തിലേക്ക് ചില സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലച്ചോറും ഈ വിശാലമായ പ്രപഞ്ചവും തമ്മിൽ അദൃശ്യമായ ഒരു സീക്രട്ട് വയർലെസ് കണക്ഷൻ തന്നെയുണ്ട്. ഈ കണക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും വെറുമൊരു താങ്ക് യു യൂണിവേഴ്സ് എന്ന മന്ത്രത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ പ്രപഞ്ചത്തിന്റെ മുൻപിൽ എത്തിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ നാം വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതം ഇന്നു തന്നെ മാറിമറിയാൻ തുടങ്ങുന്ന ആ അത്ഭുത രഹസ്യം, കൃതജ്ഞതയുടെ ശക്തി. അത് ശാസ്ത്രീയമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ നിമിഷം മുതൽ പ്രപഞ്ചം നിങ്ങൾക്കായി വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. 1. പ്രപഞ്ചം ജീവനുള്ള ഒരു ഊർജ്ജമാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടെന്ന കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ കേവലം ഭൗതികമായ വസ്തുക്കൾ കൊണ്ട് മാത്രമല്ല നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറിച്ചിത് എല്ലാ നിമിഷവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങളുടെ ചിന്തകളെ അത് മനസ്സിലാക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇതൊരു മതപരമായോ ആത്മീയമായോ ഉള്ള കാര്യം മാത്രമല്ല. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് എല്ലാം ഊർജ്ജമാണ് എന്നാണ്. അതായത് പ്രപഞ്ചത്തിലുള്ളതൊന്നും വെറും കരപദാർത്ഥങ്ങളല്ല, മറിച്ച് ഊർജ്ജ തരംഗങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ പോലും ഊർജ്ജമാണ്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ, ഉദാഹരണത്തിന് എനിക്കൊരു നല്ല വീടുണ്ടായിരുന്നെങ്കിൽ എന്ന്, അത് വെറുമൊരു സങ്കല്പമല്ല. നിങ്ങളുടെ ആ ചിന്തയിൽ ഒരു കമ്പനമുണ്ട്. പ്രപഞ്ചത്തിന്റെ വലിയ നെറ്റ്വർക്കിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെടുന്ന ഒരു സിഗ്നലാണത്. നിങ്ങളുടെ തലച്ചോറ് ഒരു റേഡിയോ പോലെയാണ്. അതെങ്ങനെ ചിന്തിക്കുന്നുവോ അതേ സിഗ്നൽ അത് പുറത്തേക്ക് അയക്കുന്നു. പ്രപഞ്ചം ആ സിഗ്നലിനെ പിടിച്ചെടുക്കുന്നു. മൊബൈൽ നെറ്റ്വർക്ക് ടവർ നിങ്ങളുടെ കോൾ പിടിച്ചെടുക്കുന്നത് പോലെ തന്നെ. ഇനി നമുക്ക് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഈ വാചകം പറയുമ്പോൾ അതൊരു സാധാരണ വാക്കല്ല, അതൊരു ഊർജ്ജസ്വലമായ കമാൻഡാണ്. ഈ ആത്മാവ് എനിക്കൊരു നിർദ്ദേശം അയച്ചിരിക്കുന്നു എന്ന് പ്രപഞ്ചം മനസ്സിലാക്കുന്നു. ഈ വ്യക്തിക്ക് ആ കാര്യം ആവശ്യമുണ്ടെന്നും അത് ലഭിച്ചുകഴിഞ്ഞതായി അയാൾ വിശ്വസിക്കുന്നു എന്നും പ്രപഞ്ചം തിരിച്ചറിയുന്നു. പ്രപഞ്ചത്തിന്റെ പ്രകൃതം തന്നെ നൽകുക എന്നതാണ്. നിങ്ങൾക്കത് ലഭിക്കാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്ന് അത് വിലയിരുത്തുന്നില്ല. അത് നിങ്ങളുടെ വികാരങ്ങൾക്കും വിശ്വാസത്തിനും അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് സമാധാനവും ആരോഗ്യവും സമ്പത്തും സന്തോഷവും നൽകിയതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ആവർത്തിച്ചു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കതെല്ലാം വേണമെന്ന് പ്രപഞ്ചം മനസ്സിലാക്കുന്നു. തുടർന്ന് ആ യഥാർത്ഥ ജീവിതാനുഭവം നിങ്ങൾക്കായി പതുക്കെ ഒരുക്കാൻ തുടങ്ങുന്നു. എന്നാൽ എനിക്കൊന്നുമില്ല, എന്റെ തലവര മോശമാണ്, എന്റെ സ്വപ്നങ്ങൾ നടക്കില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പ്രപഞ്ചം അതും പിടിച്ചെടുക്കുകയും അതുതന്നെ നിങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. പ്രപഞ്ചം വികാരങ്ങളില്ലാത്ത ഒരു സിസ്റ്റമല്ല. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും വികാരത്തിനും വാക്കിനും ഒപ്പം പ്രവർത്തിക്കുന്ന ജീവനുള്ള ഒരു ഊർജ്ജമാണിത്. നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതുമായി ഒരു പോസിറ്റീവ് എനർജി കരാറുണ്ടാക്കുകയാണ്. അവിടെ നിന്നാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. 2. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞതയുടെ ഫ്രീക്വൻസി. പ്രപഞ്ചത്തിന്റെ ഭാഷ കൃതജ്ഞത എന്നത് ഒരു സാധാരണ വികാരമല്ല. പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും ശുദ്ധവും ശക്തവും നേരിട്ടുള്ളതുമായ മാധ്യമമാണിത്. ഈ വികാരം മനുഷ്യന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയിൽ ഒരു പ്രത്യേക ഊർജ്ജമാറ്റം കൊണ്ടുവരുമെന്ന് ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ വിശ്വസിക്കുന്നു. ഒരാൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ അയാൾ വെറും വാക്കുകൾ പറയുകയല്ല, അയാൾ തന്റെ ചിന്തകളെയും വികാരങ്ങളെയും ഊർജ്ജത്തെയും ഒരൊറ്റ ദിശയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഈ കേന്ദ്രീകരണം ശക്തമായ ഒരു കമ്പനം സൃഷ്ടിക്കുന്നു. ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസിന്റെ ഗവേഷണങ്ങൾ പോലെ ഊർജ്ജത്തെ അളക്കുന്ന പല ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും കൃതജ്ഞതയുടെ വൈബ്രേഷൻ ഏകദേശം 540 ഹെർട്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആന്തരിക സമാധാനമുണ്ടാകുന്ന അതേ ഫ്രീക്വൻസിയാണ്. ഉള്ളിന്റെ ഉള്ളിൽ സൗഖ്യം ആരംഭിക്കുന്നതും ഏറ്റവും പ്രധാനമായി മാനിഫെസ്റ്റേഷൻ ആക്റ്റീവ് ആകുന്നതും ഈ അവസ്ഥയിലാണ്. അതായത് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വ്യക്തമായി എത്തിച്ചേരുന്ന ആ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ ഊർജ്ജം പെട്ടെന്ന് മാറുന്നു.
എന്നും പരാതി പറയുകയും ദുഃഖത്തിലും ദേഷ്യത്തിലും ഭയത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജം 100 ഹെർട്സിനടുത്ത് വളരെ താഴെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ദിവസവും ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്ന ഒരാൾ ഒന്നും ചോദിക്കാതെ തന്നെ തന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയെ ആകർഷിക്കുന്നു. ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു സത്യമുണ്ട്. കൃതജ്ഞത എന്നത് ഒരു കാര്യം ലഭിച്ചതിനു ശേഷം നൽകേണ്ട ഒന്നല്ല, മറിച്ച് അത് ലഭിക്കുന്നതിന് മുൻപ് നൽകേണ്ട ഒന്നാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദി പ്രപഞ്ചമേ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും നേരത്തെ തന്നെ സത്യമായി കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് നേരിട്ടുള്ള ഒരു സന്ദേശം നൽകുകയാണ്. ഇപ്പോൾ ഞാൻ തയ്യാറാണ്, ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന്. ഈ വികാരത്തോടെ നിങ്ങൾ നന്ദി പറയുമ്പോൾ അത്ഭുതങ്ങൾ സാധ്യമാകുന്ന ആ എനർജി ഫീൽഡിൽ നിങ്ങളെ തന്നെ സ്ഥാപിക്കുകയാണ്. അതിനാൽ ഇന്നുവരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന ആ ഫ്രീക്വൻസിയിൽ നിങ്ങൾ ആയിരുന്നില്ല എന്നതായിരിക്കും അതിന്റെ ഏറ്റവും വലിയ കാരണം. ശ്രദ്ധിക്കുക, പ്രപഞ്ചത്തിന് നിങ്ങളുടെ കഠിനാധ്വാനത്തേക്കാൾ കൂടുതൽ മനസ്സിലാകുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെയാണ്. നിങ്ങൾ തളർന്നും ഭയന്നുമാണ് അല്ലെങ്കിൽ വലിയ ആവശ്യമുള്ളതുകൊണ്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സിഗ്നൽ അവ്യക്തമായി മാറും. എന്നാൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടും നന്ദിയോടും കൂടി താങ്ക് യു പറയുകയാണെങ്കിൽ ആ സിഗ്നൽ ശുദ്ധവും നേരിട്ടുള്ളതുമായിരിക്കും. പ്രപഞ്ചം ആ ശുദ്ധമായ സിഗ്നലിന് ഉടനടി മറുപടി നൽകുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് ഭയത്തോടെയല്ല, നന്ദിയോടെ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു കാര്യത്തിന് ഈ നിമിഷത്തിൽ നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ്, നീ അത് നൽകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതിനാൽ ഞാൻ ഇപ്പോഴേ നന്ദി പറയുന്നു. ഇവിടെ നിന്നാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങുന്നത്. 3. നിങ്ങൾ താങ്ക് യു പറയുന്നത് എങ്ങനെ സിഗ്നൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ആക്റ്റീവ് ആക്കുന്നു. നിങ്ങൾ പ്രപഞ്ചത്തോടൊരാഗ്രഹം ചോദിക്കുമ്പോൾ അത് കേവലം വാക്കുകളിലോ ചിന്തകളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് സൂക്ഷ്മമെങ്കിലും അളക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജമായി മാറുന്നു, പ്രപഞ്ചത്തിലേക്കെത്തുന്ന ഒരു വൈബ്രേഷൻ. ഈ മുഴുവൻ പ്രക്രിയയെയും നിങ്ങൾക്കൊരു വൈഫൈ സിസ്റ്റത്തിലൂടെ മനസ്സിലാക്കാം. ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്: ശരിയായ ഒരു ഡിവൈസ്, ഒരു നെറ്റ്വർക്ക് പേര്, പിന്നെ ഒരു പാസ്വേഡ്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും 3 കാര്യങ്ങൾ ആവശ്യമാണ്: റിക്വസ്റ്റ് അയക്കുന്ന നിങ്ങളുടെ ചിന്ത, യഥാർത്ഥ പാസ്വേഡായ നിങ്ങളുടെ വികാരം, പിന്നെ മൂന്നാമതായി സിസ്റ്റം ആക്റ്റീവ് ആക്കുന്ന ഫൈനൽ കണക്ട് ബട്ടൺ പോലെയുള്ള താങ്ക് യു പറയാൻ. പൂർണ്ണ വിശ്വാസത്തോടെ നന്ദി പ്രപഞ്ചമേ, എന്റെ സ്വപ്നത്തിലെ ജോലിക്ക്, സ്വപ്നത്തിലെ വീടിന്, സ്വപ്നത്തിലെ ജീവിതത്തിന് എന്ന് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ആവർത്തിച്ചു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കതെല്ലാം വേണമെന്ന് പ്രപഞ്ചം മനസ്സിലാക്കുന്നു. തുടർന്ന് ആ യഥാർത്ഥ ജീവിതാനുഭവം നിങ്ങൾക്കായി പതുക്കെ പതുക്കെ ഒരുക്കാൻ തുടങ്ങുന്നു. എന്നാൽ എനിക്കൊന്നുമില്ല, എന്റെ തലവര മോശമാണ്, എന്റെ സ്വപ്നങ്ങൾ നടക്കില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പ്രപഞ്ചം അതും പിടിച്ചെടുക്കുകയും അതുതന്നെ നിങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. പ്രപഞ്ചം വികാരങ്ങളില്ലാത്ത ഒരു സിസ്റ്റമല്ല. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും വികാരത്തിനും വാക്കിനും ഒപ്പം പ്രവർത്തിക്കുന്ന ജീവനുള്ള ഒരു ഊർജ്ജമാണിത്. നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതുമായി ഒരു പോസിറ്റീവ് എനർജി കരാറുണ്ടാക്കുകയാണ്. അവിടെ നിന്നാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത്. 2. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞതയുടെ ഫ്രീക്വൻസി. പ്രപഞ്ചത്തിന്റെ ഭാഷ കൃതജ്ഞത എന്നത് ഒരു സാധാരണ വികാരമല്ല. പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും ശുദ്ധവും ശക്തവും നേരിട്ടുള്ളതുമായ മാധ്യമമാണിത്. ഈ വികാരം മനുഷ്യന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയിൽ ഒരു പ്രത്യേക ഊർജ്ജമാറ്റം കൊണ്ടുവരുമെന്ന് ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെ വിശ്വസിക്കുന്നു. ഒരാൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ അയാൾ വെറും വാക്കുകൾ പറയുകയല്ല, അയാൾ തന്റെ ചിന്തകളെയും വികാരങ്ങളെയും ഊർജ്ജത്തെയും ഒരൊറ്റ ദിശയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഈ കേന്ദ്രീകരണം ശക്തമായ ഒരു കമ്പനം സൃഷ്ടിക്കുന്നു. ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസിന്റെ ഗവേഷണങ്ങൾ പോലെ ഊർജ്ജത്തെ അളക്കുന്ന പല ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും കൃതജ്ഞതയുടെ വൈബ്രേഷൻ ഏകദേശം 540 ഹെർട്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആന്തരിക സമാധാനമുണ്ടാകുന്ന അതേ ഫ്രീക്വൻസിയാണ്. ഉള്ളിന്റെ ഉള്ളിൽ സൗഖ്യം ആരംഭിക്കുന്നതും ഏറ്റവും പ്രധാനമായി മാനിഫെസ്റ്റേഷൻ ആക്റ്റീവ് ആകുന്നതും ഈ അവസ്ഥയിലാണ്. അതായത് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വ്യക്തമായി എത്തിച്ചേരുന്ന ആ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ ഊർജ്ജം പെട്ടെന്ന് മാറുന്നു. എന്നും പരാതി പറയുകയും ദുഃഖത്തിലും ദേഷ്യത്തിലും ഭയത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജം 100 ഹെർട്സിനടുത്ത് വളരെ താഴെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ദിവസവും ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്ന ഒരാൾ ഒന്നും ചോദിക്കാതെ തന്നെ തന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയെ ആകർഷിക്കുന്നു. ഇവിടെ വളരെ ആഴത്തിലുള്ള ഒരു സത്യമുണ്ട്. കൃതജ്ഞത എന്നത് ഒരു കാര്യം ലഭിച്ചതിന് ശേഷം നൽകേണ്ട ഒന്നല്ല, മറിച്ച് അത് ലഭിക്കുന്നതിന് മുൻപ് നൽകേണ്ട ഒന്നാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദി പ്രപഞ്ചമേ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും നേരത്തെ തന്നെ സത്യമായി കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോൾ
നിങ്ങൾ പ്രപഞ്ചത്തിന് നേരിട്ടുള്ള ഒരു സന്ദേശം നൽകുകയാണ്. ഇപ്പോൾ ഞാൻ തയ്യാറാണ്, ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന്. ഈ വികാരത്തോടെ നിങ്ങൾ നന്ദി പറയുമ്പോൾ അത്ഭുതങ്ങൾ സാധ്യമാകുന്ന ആ എനർജി ഫീൽഡിൽ നിങ്ങളെ തന്നെ സ്ഥാപിക്കുകയാണ്. അതിനാൽ ഇന്നുവരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന ആ ഫ്രീക്വൻസിയിൽ നിങ്ങൾ ആയിരുന്നില്ല എന്നതായിരിക്കും അതിന്റെ ഏറ്റവും വലിയ കാരണം. ശ്രദ്ധിക്കുക, പ്രപഞ്ചത്തിന് നിങ്ങളുടെ കഠിനാധ്വാനത്തേക്കാൾ കൂടുതൽ മനസ്സിലാകുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെയാണ്. നിങ്ങൾ തളർന്നും ഭയന്നുമാണ് അല്ലെങ്കിൽ വലിയ ആവശ്യമുള്ളതുകൊണ്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സിഗ്നൽ അവ്യക്തമായി മാറും. എന്നാൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടും നന്ദിയോടും കൂടി താങ്ക് യു പറയുകയാണെങ്കിൽ ആ സിഗ്നൽ ശുദ്ധവും നേരിട്ടുള്ളതുമായിരിക്കും. പ്രപഞ്ചം ആ ശുദ്ധമായ സിഗ്നലിന് ഉടനടി മറുപടി നൽകുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് ഭയത്തോടെയല്ല, നന്ദിയോടെ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു കാര്യത്തിന് ഈ നിമിഷത്തിൽ നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ്, നീ അത് നൽകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതിനാൽ ഞാൻ ഇപ്പോഴേ നന്ദി പറയുന്നു എന്ന്. ഇവിടെ നിന്നാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങുന്നത്. 3. നിങ്ങൾ താങ്ക് യു പറയുന്നത് എങ്ങനെ സിഗ്നൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ആക്റ്റീവ് ആക്കുന്നു. നിങ്ങൾ പ്രപഞ്ചത്തോടൊരു ആഗ്രഹം ചോദിക്കുമ്പോൾ അത് കേവലം വാക്കുകളിലോ ചിന്തകളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് സൂക്ഷ്മമെങ്കിലും അളക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജമായി മാറുന്നു, പ്രപഞ്ചത്തിൽ എത്തിച്ചേരുന്ന ഒരു വൈബ്രേഷൻ. ഈ മുഴുവൻ പ്രക്രിയയെയും നിങ്ങൾക്കൊരു വൈഫൈ സിസ്റ്റത്തിലൂടെ മനസ്സിലാക്കാം. ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്: ശരിയായ ഒരു ഡിവൈസ്, ഒരു നെറ്റ്വർക്ക് പേര്, പിന്നെ ഒരു പാസ്വേഡ്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും 3 കാര്യങ്ങൾ ആവശ്യമാണ്: റിക്വസ്റ്റ് അയക്കുന്ന നിങ്ങളുടെ ചിന്ത, യഥാർത്ഥ പാസ്വേഡായ നിങ്ങളുടെ വികാരം, പിന്നെ 3-മതായി സിസ്റ്റം ആക്റ്റീവാക്കുന്ന ഫൈനൽ കണക്ട് ബട്ടൺ പോലെയുള്ള താങ്ക് യു പറയൽ. പൂർണ്ണ വിശ്വാസത്തോടെ നന്ദി പ്രപഞ്ചമേ, എന്റെ സ്വപ്നത്തിലെ ജോലിക്ക്, സ്വപ്നത്തിലെ വീടിന്, സ്വപ്നത്തിലെ ജീവിതത്തിന് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് വെറുതെ ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളത് ഊർജ്ജതലത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ആ കാര്യം ലഭിച്ചു കഴിഞ്ഞു എന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു സ്ഥിരീകരണമായി മാറുന്നു. ഈ കൃതജ്ഞത ഭാവിക്കു വേണ്ടിയല്ല, മറിച്ച് വർത്തമാനകാലത്താണ് അനുഭവിക്കുന്നത്. ഇവിടെയാണ് കളി മാറുന്നത്. ഈ ആത്മാവ് ആവശ്യപ്പെടുകയല്ല എന്ന് പ്രപഞ്ചത്തിന് മനസ്സിലാകുന്നു. അത് സ്വീകരിക്കുന്ന മോഡിലെത്തിക്കഴിഞ്ഞു. അത് ഓണാകുന്ന നിമിഷം തന്നെ ആ ഫ്രീക്വൻസി പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സൽ ഗ്രിഡുമായി പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു. പ്രപഞ്ചം ഒരിക്കലും ഭാഷ മനസ്സിലാക്കുന്നില്ല, അത് നിങ്ങളുടെ ഊർജ്ജത്തെ മാത്രമാണ് ഡീകോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വികാരത്തിൽ കുറവുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്ന മോഡിലാണെന്ന് പ്രപഞ്ചത്തിന് തോന്നും. അതിനാൽ അത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതിന്റെ യാഥാർത്ഥ്യം മാത്രമേ നൽകുകയുള്ളൂ. എന്നാൽ ഞാൻ പൂർണ്ണനാണ്, എനിക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങളുടെ വികാരം പറയുകയും നിങ്ങൾ നന്ദി പറയുകയും ചെയ്യുമ്പോൾ ഈ സിഗ്നൽ പ്രപഞ്ചത്തിന് വ്യക്തവും ശുദ്ധവുമായ ഒരു സന്ദേശം നൽകുന്നു. ഇനി അത് നിറവേറ്റാനുള്ള സമയമായി എന്ന്. ആ നിമിഷം മുതൽ കാണാത്ത തലങ്ങളിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങുന്നു. ഇതുകൊണ്ടാണ് താങ്ക് യു പറയുന്നത് വെറുമൊരു മര്യാദയുള്ള പ്രയോഗമല്ലാത്തത്. ഇതൊരു എനർജി സ്വിച്ചാണ്. നിങ്ങളുടെ ആഗ്രഹത്തെ ഊർജ്ജത്തിന്റെ ഭാഷയിലേക്ക് മാറ്റി പ്രപഞ്ചത്തിലേക്ക് സംപ്രേക്ഷണം ചെയ്യുന്ന ഒരു സിഗ്നൽ ട്രാൻസ്മിറ്ററാണിത്. പകൽ സമയത്ത് നിങ്ങൾ പലതവണ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും വൈഫൈ വീണ്ടും വീണ്ടും റിഫ്രഷ് ചെയ്ത് ശക്തമായ സിഗ്നൽ പിടിക്കുന്നത് പോലെ നിങ്ങൾ പ്രപഞ്ചവുമായി വീണ്ടും വീണ്ടും ബന്ധപ്പെടുന്നു. നിങ്ങളുടെ വ്യക്തത എത്രത്തോളം വലുതാണോ, നിങ്ങളുടെ വികാരം എത്രത്തോളം ആഴത്തിലുള്ളതാണോ, നിങ്ങളുടെ കൃതജ്ഞത എത്രത്തോളം സത്യസന്ധമാണോ, അത്രയും വേഗത്തിൽ പ്രപഞ്ചം നിങ്ങളുടെ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്നു. അതിനാൽ വെറുതെ സ്ഥിരീകരണ വാചകങ്ങൾ പറയുന്നത് മതിയാകില്ല. നിങ്ങൾ ഹൃദയപൂർവ്വം താങ്ക് യു പറയാത്തിടത്തോളം കാലം നിങ്ങളുടെ വാക്കുകൾ പൂർണ്ണമല്ലാത്ത ഒരു സിഗ്നൽ പോലെ പ്രപഞ്ചത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ നന്ദിയോടെ നിങ്ങൾ പ്രപഞ്ചം എനിക്കായി നേരത്തെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, നന്ദി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നു. അതേസമയം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യന്റെയും തലച്ചോറ് വളരെ ശക്തമായ ഒരു ട്രാൻസ്മിറ്ററും റിസീവറുമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് കേവലം ഒരു ചിന്ത മാത്രമല്ല, അത് പ്രപഞ്ചത്തിൽ പടരുന്ന ഒരു ഊർജ്ജ തരംഗമാണ്. നിങ്ങളൊരു നല്ല ജോലി, മികച്ച ഒരു വീട്, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ബന്ധം എന്നിങ്ങനെ ഏതെങ്കിലും കാര്യത്തിനായി ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തെ നിങ്ങൾ മാനസികമായി പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ആഗ്രഹം മാത്രം അയക്കുന്നത് മതിയാകില്ല. പ്രപഞ്ചത്തിന് വെറും സിഗ്നൽ പോരാ. അതിന് വ്യക്തവും സ്ഥിരതയുള്ളതും വൈകാരികമായി ആഴത്തിലുള്ളതുമായൊരു സിഗ്നൽ ആവശ്യമാണ്. ഇവിടെയാണ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ മാന്ത്രികത തുടങ്ങുന്നത്.
നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സന്ദേശം നൽകുകയാണ്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നേരത്തെ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്ന്. ഇതാണ് ആ കളി മാറ്റുന്ന പോയിന്റ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ കാര്യമുണ്ടോ ഇല്ലയോ എന്നത് പ്രപഞ്ചത്തെ ബാധിക്കുന്നില്ല. അത് നിങ്ങളുടെ ഊർജം മാത്രമാണ് വായിക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും ശരീരത്തിന്റെ സ്പന്ദനങ്ങളും പറയുന്നത് അതെ, എനിക്കിത് ലഭിച്ചു കഴിഞ്ഞു എന്നാണെങ്കിൽ പ്രപഞ്ചം അത് സത്യമായി കണക്കാക്കുന്നു. ഇതിനെ കുറച്ച് ശാസ്ത്രീയ ഭാഷയിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തയാണ് ഒരു റിക്വസ്റ്റ് സിഗ്നൽ. ആ സിഗ്നലിന്റെ ആധികാരികത ഉറപ്പാക്കുന്നതാണ് നിങ്ങളുടെ വികാരം. നിങ്ങൾ നന്ദി പ്രപഞ്ചമേ എന്ന് പറയുമ്പോൾ ആ സിഗ്നൽ തികച്ചും വ്യക്തമാവുകയും പ്രപഞ്ചത്തിന്റെ എനർജി ഫീൽഡിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുക. വൈഫൈ പോലെ ചിന്തകൾ റിക്വസ്റ്റ് അയക്കുന്നു, വികാരം പാസ്വേഡ് നൽകുന്നു, താങ്ക് യു എന്നത് കണക്ഷൻ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ കണക്ഷൻ രൂപപ്പെടുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം, അതായത് മനസ്സും ഊർജ്ജ ശരീരവും പ്രപഞ്ചവും ഒരേ നെറ്റ്വർക്കിലേക്ക് വരുന്നു. നിങ്ങൾ ചോദിക്കുന്നതെന്തും ഇപ്പോൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു. കാരണം നിങ്ങൾ അതിനെ നേരത്തെ തന്നെ സ്വീകരിക്കപ്പെട്ടതായി കണക്കാക്കി. പ്രപഞ്ചം ഈ ഭാഷ നന്നായി മനസ്സിലാക്കുന്നു. കാരണം ഈ ഭാഷ വാക്കുകളുടേതല്ല, ഊർജത്തിൻ്റേതാണ്. താങ്ക് യു എന്ന് പറയുന്നതിനർത്ഥം എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ സമർപ്പിക്കുന്നു, എനിക്ക് നേരത്തെ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സ്ഥിരമാകുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഊർജം നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു, നിങ്ങൾ ചോദിച്ച അതേ രൂപത്തിൽ. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ രഹസ്യം. 4. മനസ്സിൽ കാണുക, നന്ദി പറയുക, അത് നേടിയെടുക്കുക. വെറുതെ സങ്കൽപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, വെറുതെ സ്ഥിരീകരണ വാചകങ്ങൾ പറയുന്നതും അപൂർണമാണ്. മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ രഹസ്യം ഇവ രണ്ടിന്റെയും സംയോജനത്തിൽ മറഞ്ഞിരിക്കുന്നു. വിഷ്വലൈസേഷനും കൃതജ്ഞതയും, അതായത് സങ്കല്പവും നന്ദിയും. ഇവ രണ്ടും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നേരിട്ട് പ്രപഞ്ചത്തിലെത്തുന്ന ശക്തമായൊരു ഊർജമായി മാറുന്നു. നിങ്ങൾ വെറുതെ സങ്കൽപ്പിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമോ സ്വപ്നമോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യമോ കാണുമ്പോൾ, നിങ്ങളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയാണ്. ഒരു ആർക്കിടെക്റ്റ് ഡിസൈൻ വരയ്ക്കുന്നത് പോലെ തന്നെയാണിത്. എന്നാൽ ഡിസൈൻ വരച്ചതുകൊണ്ട് മാത്രം വീടാകില്ല. അതിന് സാധനങ്ങൾ വേണം, ഊർജം വേണം, പ്രവർത്തിക്കാനുള്ള വികാരം വേണം. ആ വികാരമാണ് കൃതജ്ഞത, നന്ദി. ആ ബ്ലൂ പ്രിന്റിന് ജീവൻ നൽകുന്ന വികാരമാണ് കൃതജ്ഞത. സങ്കൽപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങളുടെ പക്കലില്ലാത്ത ആ കാര്യത്തിന് നിങ്ങൾ താങ്ക് യു എന്ന് പറയുമ്പോൾ, ഞാൻ തയ്യാറാണ്, എനിക്ക് ഈ അനുഭവത്തിൽ വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ പ്രപഞ്ചത്തിന് സന്ദേശം നൽകുകയാണ്. ഈ സമയത്ത് നിങ്ങൾ കാണുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ആ അനുഭൂതിയെ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ തോന്നലാണ് ഏറ്റവും വലിയ കാന്തം. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുൻപ് 5-10 മിനിറ്റ് മാറ്റിവെക്കുക, ശാന്തമാകുക, കണ്ണുകൾ അടയ്ക്കുക, ദീർഘമായി ശ്വാസമെടുക്കുക. ഇപ്പോൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ആ ജീവിതം മനസ്സിൽ കാണുക. നിങ്ങൾ മനോഹരമായ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന കരിയറിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞുവെന്നോ കരുതുക. അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു പങ്കാളിക്കൊപ്പം നിങ്ങൾ സന്തുഷ്ടനാണെന്ന് സങ്കൽപ്പിക്കുക. എന്നിട്ട് ആ നിമിഷം മനസ്സിൽ പറയുക, എന്റെ ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ. എന്റെ മനോഹരമായ ജീവിതത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. ആ സന്തോഷം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുക. ആ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുക. ആ അവസ്ഥ ഇപ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന രീതിയിൽ ജീവിക്കുക. ഇതാണ് പ്രപഞ്ചത്തിന് ഏറ്റവും വ്യക്തവും ശക്തവുമായ സിഗ്നൽ അയക്കുന്നത്. ആ വികാരത്തെ, ആ കമ്പനത്തെ അത് പിടിച്ചെടുക്കുകയും അതിനെ എനർജി ഗ്രിഡാക്കി മാറ്റാൻ തുടങ്ങുകയും ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ സങ്കൽപ്പിച്ച ജീവിതം പതുക്കെ പതുക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും അവസരങ്ങളെയും യാദൃഷ്ടികതകളെയും അത് നിങ്ങൾക്ക് ചുറ്റും കൊണ്ടുവരുന്നു. ഇതൊരു അത്ഭുതമല്ല, ഇതൊരു പ്രപഞ്ച നിയമമാണ്. ഊർജം എപ്പോഴും അത് എവിടെ നിന്നാണോ വന്നത് ആ ഉറവിടത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. നിങ്ങളുടെ ഊർജം കൃതജ്ഞതയും വിശ്വാസവും നിറഞ്ഞതാണെങ്കിൽ അതേ ഊർജം ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കും. വളരെ വേഗം, വളരെ മനോഹരമായി. മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, എന്റെ ആഗ്രഹം പൂർത്തിയാകുമ്പോൾ, എനിക്ക് പണം ലഭിക്കുമ്പോൾ, എന്റെ സ്വപ്നഭവനം ലഭിക്കുമ്പോൾ, എന്റെ വിവാഹം നടക്കുമ്പോൾ, എന്റെ ജീവിതം സെറ്റിലാകുമ്പോൾ ഞാൻ പ്രപഞ്ചത്തോട് താങ്ക് യു പറയുമെന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. പ്രപഞ്ചത്തിന്റെ നിയമം ഇതിന് നേരെ വിപരീതമാണ്. ലഭിച്ചതിന് ശേഷം ഞാൻ നന്ദി പറയാമെന്ന് പറയുന്ന ഒരാൾക്ക് പ്രപഞ്ചം ഒരിക്കലും നൽകില്ല. നേരത്തെ തന്നെ നന്ദിയുള്ളവർക്ക് മാത്രമേ പ്രപഞ്ചം നൽകുകയുള്ളൂ. പ്രപഞ്ചത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ലഭിച്ചു കഴിഞ്ഞ ഊർജമാണ്. അതായത് ആ കാര്യം നേരത്തെ തന്നെ നിങ്ങളുടെ പക്കലുണ്ട് എന്ന് കരുതുക.
എന്റെ വിജയത്തിന് നന്ദി പ്രപഞ്ചമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇത് ഇതുവരെ വിജയം വന്നിട്ടില്ല എന്ന് കൂടിയും പ്രപഞ്ചം ചിന്തിക്കുന്നു. ഓ, ഈ ആത്മാവിന് നേരത്തെ തന്നെ വിശ്വാസമുണ്ട്, ഇതിന് ഉറപ്പുണ്ട്, മാത്രമല്ല ഇത് നേരത്തെ തന്നെ നന്ദിയുള്ളതുമാണ്. ഇപ്പോൾ ഇതിന് നൽകുക. എന്നാൽ നിങ്ങൾ പരാതി പറയുകയും ദുഃഖിക്കുകയും ഒന്നും കിട്ടുന്നില്ല, എന്റെ പ്രാർത്ഥന എപ്പോഴാണ് ഫലിക്കുക എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ മറുപടി ഇതായിരിക്കും: ശരി, ഇപ്പോൾ ഈ വ്യക്തി ചോദിക്കുന്നതിന്റെ വൈബ്രേഷനിലാണ്, നൽകുന്നതിൻ്റേതല്ല. നിയമമോർക്കുക, മാനിഫെസ്റ്റേഷൻ ചോദിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതല്ല, അത് അനുഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. അതിനാൽ ആദ്യം നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ഏതൊരാഗ്രഹവും പൂർത്തീകരിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും അത് പൂർത്തിയായതായി കണക്കാക്കി പ്രപഞ്ചത്തിന് നന്ദി പറയുക. നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ഇടയിലുള്ള ഊർജ്ജ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന പാസ്വേഡാണ് ഈ താങ്ക് യു. 6. എനർജി അല്ലെങ്കിൽ ഊർജവുമായുള്ള അലൈൻമെന്റ്. പ്രപഞ്ചവുമായി കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കാം? വിശദമായ പതിപ്പ്. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, അത് നിങ്ങളുടെ ഊർജം അനുഭവിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസി ചില പ്രത്യേക മൂല്യങ്ങളിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്: ക്ഷമ, വിശ്വാസം, സ്നേഹം, കൃതജ്ഞത. നിങ്ങളുടെ വികാരത്തിൽ ഭയമോ ഉത്കണ്ഠയോ തിടുക്കമോ നിരാശയോ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അയക്കുന്ന സിഗ്നലുകൾ ദുർബലമോ ആശയക്കുഴപ്പമുള്ളതോ ആയി മാറുന്നു. എന്നാൽ നിങ്ങൾ ക്ഷമ, വിശ്വാസം, കൃതജ്ഞത എന്നീ ഫ്രീക്വൻസിയിലേക്ക് മാറുന്ന നിമിഷം തന്നെ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എന്തു ചെയ്യണം? പ്രപഞ്ചവുമായി നിങ്ങളെ വൈബ്രേഷണൽ മാച്ചിൽ നിലനിർത്തുന്ന ഒരു പ്രതിദിന മാനിഫെസ്റ്റേഷൻ റൂട്ടീൻ ഉണ്ടാക്കുക. 1. രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം പറയുക: ഈ മനോഹരമായ ജീവിതത്തിന് നന്ദി പ്രപഞ്ചമേ. മൊബൈൽ ഫോൺ നോക്കാതെ, യാതൊരു കുഴപ്പവുമില്ലാതെ ആദ്യം തന്നെ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഇത് നിങ്ങളുടെ മുഴുവൻ രാവിലത്തെയും ഫ്രീക്വൻസി സെറ്റ് ചെയ്യും. 2. എല്ലാ ദിവസവും 10 മിനിറ്റ് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതത്തിൽ നിങ്ങളെ തന്നെ കാണുക. നിങ്ങൾ നിങ്ങളുടെ വീട് വാങ്ങിക്കഴിഞ്ഞതുപോലെ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന കരിയറിലായതുപോലെ, നിങ്ങളുടെ ബന്ധങ്ങൾ സന്തോഷകരമായതുപോലെ, നിങ്ങൾക്ക് എന്ത് നൽകണം എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് വിഷ്വലൈസേഷൻ പ്രപഞ്ചത്തിന് നൽകുന്നു. 3. വികാരം അനുഭവിക്കുക. വെറുതെ കാണുക മാത്രമല്ല, അനുഭവിക്കുകയും വേണം. സന്തോഷം, സമാധാനം, സ്നേഹം, സംതൃപ്തി. ആ വികാരങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഉള്ളിൽ വികാരങ്ങൾ ജീവനുള്ളതായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരം പ്രപഞ്ചത്തിന് ശക്തമായ സിഗ്നൽ അയക്കുകയുള്ളൂ. 4. പ്രവർത്തിക്കുക. നിങ്ങൾ തയ്യാറാണെന്ന് പ്രപഞ്ചത്തെ കാണിക്കുക. പ്രപഞ്ചം സ്വപ്നം കാണുന്നവർക്ക് മാത്രമല്ല, പ്രവർത്തിക്കുന്നവർക്ക് കൂടിയാണ് നൽകുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ദിവസവും ചെയ്യുക. നിങ്ങൾ കാര്യമായിട്ടാണെന്ന് പ്രപഞ്ചത്തോട് പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് മികച്ച ഒരു ജോലി വേണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യുക. കഴിവുകൾ പഠിക്കുക, അപേക്ഷിക്കുക. മാനിഫെസ്റ്റേഷനും ഒപ്പം പ്രവൃത്തിയും കൂടി ചേർന്നാൽ വേഗത്തിലുള്ള ഫലം ലഭിക്കും. 5. ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയുക. വെള്ളം ലഭിക്കുന്നുണ്ട്, നന്ദി. ഇന്നത്തെ ദിവസം നന്നായി കടന്നുപോയി, നന്ദി. വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്, നന്ദി. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ എനർജി ഫീൽഡിനെ വളരെ വൃത്തിയാക്കുന്നതിനാൽ വലിയ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ വരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പക്കലുള്ളതിനെ കൃതജ്ഞത കൂടുതൽ വലുതാക്കി മാറ്റുന്നു. താങ്ക് യു പറയുന്നത് വെറുമൊരു വാക്കു മാത്രമല്ല, ഇത് മാനിഫെസ്റ്റേഷന്റെ റിമോട്ട് കൺട്രോളാണ്. അത് നിങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ നേരത്തെ തന്നെ അംഗീകരിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുകയുള്ളൂ. 7. 21 ദിവസത്തെ ചലഞ്ചിനായി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞതാ മന്ത്രം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭൂപടം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു പരിശീലനത്തിലേക്കാണ് നാം ഇനി വരുന്നത്. 21 ദിവസത്തേക്ക് ദിവസവും 5 മിനിറ്റ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം സ്വയം മാറാൻ തുടങ്ങിയതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്ന അത്തരമൊരു രഹസ്യ കൃതജ്ഞതാ മന്ത്രം. ഈ പരിശീലനത്തിനായി നിങ്ങൾ ഒന്നും വാങ്ങേണ്ടതില്ല. ഒരു പുസ്തകവും വേണ്ട, ഒരു ഗുരുവും വേണ്ട, ഒരു തന്ത്രവും വേണ്ട. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ ഊർജവുമായി നിങ്ങളുടെ വികാരങ്ങളെ ഒന്നിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും കണ്ണുകൾ അടയ്ക്കുക. ദീർഘമായി ശ്വാസമെടുത്ത് 5 മിനിറ്റ് നേരം ഈ മന്ത്രം ആവർത്തിക്കുക. നന്ദി പ്രപഞ്ചമേ, എന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ സമൃദ്ധനാണ്. ഞാൻ അലൈൻഡാണ്. ഇത് പറയുമ്പോൾ വെറുതെ വാക്കുകൾ ആവർത്തിക്കരുത്. ഈ വാക്കുകൾ അനുഭവിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തോ പ്രകാശം പുറത്തുവരുന്നതുപോലെ, നിങ്ങളുടെ ആത്മാവും പ്രപഞ്ചവും ഒരേ സ്പന്ദനത്തിൽ വന്നതുപോലെ. ഇനി നോക്കൂ, 21 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന്. നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായി മാറും. നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവസരങ്ങളായി കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ ആന്തരികമായ ഒരു വിശ്വാസം ഉണർത്തുന്ന ചെറിയ ചെറിയ യാദൃശ്ചികതകൾ ഉണ്ടാകും. അതെ, പ്രപഞ്ചം എന്നോട് പ്രതികരിക്കുന്നുണ്ട്. ഈ പരിശീലനം കേവലം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രമല്ല, നേരത്തെ തന്നെ അർഹതയുള്ളവനും തയ്യാറുള്ളവനും പ്രപഞ്ചവുമായി ബന്ധമുള്ളവനുമായ ഒരു വ്യക്തിയായി മാറാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. 8. പ്രപഞ്ചമേ, നീ കേൾക്കുന്നുണ്ട്. പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. ഇനി കേൾക്കുക.
ഇതൊരു ഉപമയല്ല. പ്രപഞ്ചം ശരിക്കും കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും, നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്നുവരുന്ന ഓരോ വികാരവും, നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും പ്രപഞ്ചത്തിന്റെ ചുവരുകൾ പിടിച്ചെടുക്കുന്നു. പ്രപഞ്ചം അതെ എന്നോ ഇല്ല എന്നോ പറയുന്നില്ല. അത് നിങ്ങളുടെ കമ്പനങ്ങളെ വായിക്കുന്നു. അത് നിങ്ങളുടെ എനർജി ഫീൽഡിനെ സ്കാൻ ചെയ്യുന്നു. എന്റെ പക്കലില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം പറയുന്നു, ശരി, നിന്റെ പക്കലില്ല, എനിക്ക് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം പറയുന്നു, നിനക്ക് വേണം, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ താങ്ക് യു യൂണിവേഴ്സ്, എനിക്കിത് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചം ഉടൻ തന്നെ മറുപടി നൽകുന്നു, അതെ, അനുവദിച്ചിരിക്കുന്നു, ഇതിപ്പോൾ നിനക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ സംസാരിക്കുന്നത് ആലോചിച്ച് സംസാരിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ചിന്തിക്കുക. നിങ്ങൾ അനുഭവിക്കുന്നതെന്തോ അത് പ്രപഞ്ചത്തിന്റെ GPS ആയി മാറുന്നു. ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയുക, എന്റെ ജീവിതം മനോഹരമാണ്, നന്ദി പ്രപഞ്ചമേ. ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് പറയുക, എന്റെ സ്വപ്നങ്ങൾക്ക് നന്ദി പ്രപഞ്ചമേ. മനസ്സിൽ സംശയം വരുന്ന എല്ലാ സമയത്തും പറയുക, പ്രപഞ്ചമേ, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. കാരണം കൃതജ്ഞത ഒരു പ്രതികരണമല്ല, അതൊരു ഫ്രീക്വൻസിയാണ്. ലഭിച്ചതിന് ശേഷം നിങ്ങൾ നൽകുന്ന ഒന്നല്ല കൃതജ്ഞത, ലഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ നൽകുന്ന ഒന്നാണത്. പ്രപഞ്ചത്തോടെ സംസാരിക്കാനുള്ള ഭാഷയും ഇതുതന്നെയാണ്. ഇത് പഠിച്ചെടുത്തവൻ മാനിഫെസ്റ്റേഷന്റെ മാസ്റ്ററായി മാറി. സ്വപ്നം കാണുന്ന ആ പുതിയ വീടോ, ആഗ്രഹിക്കുന്ന സ്നേഹമോ, സമാധാനം തരുന്ന ജോലിയോ എന്തുമാകട്ടെ, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. അതിനായി ഒരേ ഒരു മാറ്റം മാത്രം വരുത്തുക. പരാതികൾ പറയുന്നത് നിർത്തി താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ തയ്യാറാണ് എന്ന് ഉറക്കെ പറയുക. ഊർജ്ജസ്വലതയോടെ സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ പ്രപഞ്ചം അതിന്റെ വാതിലുകൾ തുറന്നു നൽകുകയുള്ളൂ. ആ തയ്യാറെടുപ്പ് തുടങ്ങുന്നത് ഹൃദയത്തിൽ നിന്നുള്ള കൃതജ്ഞതയിലൂടെയാണ്. എല്ലാ ദിവസവും നന്ദിയോടെ പ്രപഞ്ചത്തെ സമീപിച്ചാൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയും. ഈ മാറ്റം അനുഭവിച്ചറിയാൻ അടുത്ത 21 ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ വാക്കുകൾ കേൾക്കുക. പ്രപഞ്ചത്തിന്റെ കരുത്ത് നിങ്ങളിലും പ്രതിഫലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് രേഖപ്പെടുത്തുക. ഈ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. പ്രപഞ്ചത്തിന്റെ ശക്തിയുമായി എന്നും ബന്ധപ്പെട്ടിരിക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പരക്കട്ടെ പ്രകാശം.